എളിമയുള്ളവരെ ഉയർത്തും, നിന്റെ കുടുംബത്തെ ഉയർത്തും, നിന്റെ ഭാവിയെ മാറ്റും, ഉയർച്ച എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് വാക്ക് ദൈവവചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ 5-6 ദിവസങ്ങളിൽ ഞാൻ ആ പ്രസംഗം അതിനിടയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിന്റെ 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ. അത് ധൂർത്തപുത്രന്റെ ഉപമയാണ്. അത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയൊരു ഉത്തരമാണ്. എളിമയോ, പന്നിക്കുഴി കിടന്നാലും ഞാനെന്തോ വലിയ സംഭവമാണെന്ന് നിന്ന ഒരുത്തനെ അല്ല ദൈവം അനുഗ്രഹിച്ചത്. പന്നിക്കുഴി കിടന്നപ്പം അവിടെ നിന്ന് എളിമയോടെ തലകുനിച്ച് അപ്പൻ്റെ അടുത്തേക്ക് നടന്ന ഒരു എളിമയുള്ള ഒരാളെ അവിടെ കാണാൻ പറ്റും. എളിമയുള്ളവൻ ചെളിക്കുഴിയിലാണേലും അവൻ രാജകൊട്ടാരത്തിലെത്തിയിരിക്കും. എളിമയുള്ളവൻ പട്ടുപോയാലും അവൻ പുതിയതായി ഉണർന്നെഴുന്നേറ്റിരിക്കും. അത് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. എളിമയുള്ള ഒരു മനസ്സ് മതി ദൈവം. അതാണ് ലേഖനത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ കരത്തിൻ്റെ താഴെ താഴ്മയോടെ നിൽക്ക്, എളിമയോടെ നിൽക്ക്, തക്ക സമയത്ത് നിന്നെ ഉയർത്തും. ദൈവം നിന്നെ ഉയർത്തും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആനകുതിര കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. വലിയ സ്തോത്രക്കാഴ്ചകളിട്ടാലും ഡൊണേഷൻ കൊടുത്താൽ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത് നല്ല സത്യം. എളിമയോടെ നിന്നാൽ മതി, ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും. ഈ വചനം ഈ ധൂർത്തപുത്രന്റെ ഉപമ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത് വർഷങ്ങൾ കഴിഞ്ഞ് വായിക്കുമ്പോഴും ചില ആളുകൾ ഈ വായിച്ചിട്ട് കരയാറുണ്ട്. ഞാൻ വിചാരിച്ചത് എത്ര കൊല്ലമായി ബൈബിൾ കയ്യിലിരിക്കുന്നു, എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് ഇപ്പോൾ എന്ത് കരയാനാണ്? വായിക്കുമ്പോൾ തോന്നും, ഈ ധൂർത്തപുത്രനായ മനുഷ്യൻ ഞാനാണോ എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് ചോദിക്കും. ഇത് നീയല്ലേ ഈ അപ്പൻ്റെ 2 മക്കളിൽ ഇത് നീയാണ്, ഈ വഴിതെറ്റിപ്പോയത് നീയാണെന്ന് മനസ്സാക്ഷി പറയുമ്പോൾ അറിയാതെ നമ്മൾ എവിടെയോ പെട്ടെന്ന് വിതുമ്പിപ്പോവും, കരഞ്ഞു പോവും. ധൂർത്തപുത്രന്റെ ഉപമ വായിക്കുമ്പോൾ എളിമയുള്ളവരെ ദൈവം ഉയർത്തി നമ്മ പറഞ്ഞില്ലേ? ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ധൂർത്തപുത്രന്റെ ഉപമയിൽ എഴുതിയിരിക്കുന്ന ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരപ്പന് 2 മക്കൾ. ഒരുപാട് കേട്ട് പ്രസംഗിച്ചും മടുത്ത വിഷയമാണിത്. ഇത് വീണ്ടും ഈ അച്ഛൻ പറയുകയാണോ എന്ന് ചിന്തിക്കരുത്. ഇത് പുതിയ കാര്യമാണ് പറയാൻ പോകുന്നത്, പഴയ കാര്യമല്ല. 2 മക്കളുണ്ടായിരുന്നു. ഈ 2 മക്കൾ ആരൊക്കെയാണ്? ഈ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ ആരൊക്കെയോ ഈ 2 മക്കളിൽ ആരൊക്കെയോ ആണ്. ആരാന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഈ അപ്പൻ്റെ 2 മക്കളുണ്ട്, ഒരാൾ മൂത്തയാളും ഇളയാളും. ആരാണിന്ന്? അത് അവിടെയല്ല. ഇന്ന് ഈ നമ്മളിൽ ആരൊക്കെയോ ഈ 2 പേരിൽ ആരൊക്കെയോ ആണ്. ഒരാൾ അപ്പനോട് പറഞ്ഞു, എൻ്റെ സ്വത്ത് എനിക്ക് തന്നേരെ എന്ന് പറഞ്ഞു. അന്നേരെ കൊടുത്തു. അത് ഏതപ്പനാകും? നിങ്ങൾ കൊടുക്കുമോ? നിങ്ങളുടെ മക്കൾ എനിക്ക് 10 ലക്ഷം രൂപ നാളെ വേണമെന്ന് പറയുമ്പോൾ ഉടനെ ബാങ്കിലോട്ടാണോ നിങ്ങൾ ഓടുന്നത്? അല്ല, നിങ്ങൾ 1000 വട്ടം ചിന്തിക്കും. ഇത് 1000 വട്ടം ചിന്തിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഇത് ആലോചിച്ച് അതിൻ്റെ പേര് ചിലപ്പോൾ ഒരു 150 വഴക്കുണ്ടാവും. മക്കൾ ചോദിക്കും, എന്നെ 5 ഏക്കർ സ്ഥലം എനിക്ക് അന്നേരം എന്ന് പറയുമ്പം അന്നേരം രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി ആധാർ എഴുത്തുകാരനെ വിളിച്ച് എഴുതുവല്ല, 1500 പ്രാവശ്യം ചിന്തിക്കും, വേണോ വേണ്ടയോ എന്ന്. ചിലപ്പോൾ മുട്ടം വഴക്ക് വരെ സംഭവിക്കും. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഒരു അപ്പൻ ഒരു വഴക്കുമില്ല. അന്നേരെ പോയി കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. സ്വീകരിച്ച ഉടനെ അവൻ ഏതോ ഒരു ദേശത്ത് പോയി നശിപ്പിച്ച് എല്ലാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അവസാനം എവിടെ എത്തി? പന്നിക്കുഴിയിലെത്തി. ഇനി അവിടെ കാര്യങ്ങൾ ഒരു ഫിലിമിൽ കാണുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ കാണണം. ഇനി ഒരു ജീവിതം മുഴുവൻ യൂട്ടേൺ തിരിഞ്ഞ കാര്യമാണ് കാണുന്നത്. അവിടെ കിടന്നവൻ ആത്മഹത്യ ചെയ്തു എന്നല്ല, ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ഇത്രയും കാരണങ്ങളൊക്കെ മതി. ഇത്രയും തകർന്നു പോയ ഒരാൾ പണ്ടേ മരിക്കാൻ തീരുമാനിക്കും. പക്ഷെ ഒരു അത്ഭുതമുണ്ട്, ഈ മനുഷ്യൻ ഒരിക്കൽ പോലും ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു ചോദ്യമുണ്ട് ഈ ധൂർത്തപുത്രനോട്, നീ എന്തുകൊണ്ടാണ് ഇത്രയും തകർന്നിട്ടും മരണത്തെക്കുറിച്ച് ചിന്തിക്കാഞ്ഞത്? എവിടെ വിഷം കിട്ടും, എവിടെ കയറ് കിട്ടും, ഏതു മരത്തെ തൂങ്ങണം എന്ന് ചിന്തിക്കാഞ്ഞത് എന്തുകൊണ്ട്? പ്രതീക്ഷയുണ്ട് അവന്. തിരിച്ചു ചെന്നാൽ ആ അപ്പൻ കൈവിടിയേലെന്ന്, എളിമയോടെ തിരിച്ചു ചെന്നാൽ ഉപേക്ഷിക്കത്തില്ലെന്ന്. ആ തിരിച്ചറിവ് മതി സുഹൃത്തെ നിനക്ക് രക്ഷപ്പെടാൻ. ഈ ഒരു തിരിച്ചറിവ് മതി. നീ ഇത്രയും ദൂരം പോയില്ലേ, യൂട്ടേൺ പോലെ ഒന്ന് തിരിഞ്ഞ് ആ ദൈവസന്നിധിയിലേക്ക് ചെന്നാൽ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ദൈവം നിന്നെ ഉയർത്തിയിരിക്കും. മനസ്സിലൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ വീണുപോയ ഒരാളാണ്, തെറ്റിപ്പോയി, എനിക്ക് വഴിതെറ്റിപ്പോയി. നിന്നെ ദൈവം ഉയർത്തിയിരിക്കും. ഇനി എനിക്ക് അത്ഭുതമായി തോന്നിയ ഒരു കാര്യമുണ്ട്. കാനഡയിൽ നിന്നോ UK നിന്നോ ദുബായിൽ നിന്നോ വരുന്ന ഒരാളല്ല കേട്ടോ, വരുന്നത് പന്നിക്കുഴിയിൽ നിന്നാണ്. ലോഡ് കണക്കിന് സ്വീറ്റ്സും മുട്ടായും സ്പ്രേയും ഒന്നുമായിട്ടല്ല വരുന്നത്. പന്നിക്കുഴിയിലെ ദുർഗന്ധം പിടിച്ച എല്ലാവർക്കും പന്നിയിറച്ചി ഇഷ്ടമാണ്. പക്ഷെ പന്നിക്കൂട് പലർക്കും ഇഷ്ടമല്ല. ആ ദുർഗന്ധമൊന്നും ആര് സഹിക്കില്ല, എല്ലാവരും മൂക്കുപൊത്തി ഓടും. ആ സ്ഥലവും ആ പരിസരമൊക്കെ ആകെ വൃത്തികേടാണ്. പന്നിയിറച്ചി എല്ലാവരും നന്നോളം കഴിക്കും,
പക്ഷെ ആ കൂടും പരിസരമൊന്നും എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നതല്ല. ഈ മനുഷ്യൻ വരുന്നത് വലിയൊരു വീട്ടിൽ നിന്നല്ല, പന്നിക്കുഴിയിൽ നിന്നാണ്. ദുർഗന്ധമാണ്. പണ്ട് പോയവരെ നല്ല കൗളൊക്കെ ആയിട്ടല്ല ഇപ്പോൾ വരുന്നത്. പന്നിയുടെ തവിട് പോലും തിന്നാൻ കിട്ടാതെ കൗളൊട്ടി തലമുടി നീട്ടി ഭ്രാന്തനെ പോലെ തിരിച്ചു വരുവാണ്. തിരിച്ചു വരുമ്പോൾ ഒരു കാര്യമുണ്ട്. ആരാദ്യം കണ്ടത്? മകനോ അപ്പനോ? ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ അപ്പൻ ദൂരെ വച്ച് തന്നെ അവനെ കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. ദൂരെ വച്ച് തന്നെ കാണണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, ഒരു കാര്യമുണ്ട്, അതിനകത്ത് നടന്നിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ 10 മണിക്ക് ഒരാൾ വരുമെന്ന് പറഞ്ഞാൽ 9:30 തൊട്ട് നിങ്ങൾ ജനലിക്കൂടെയും വാതിലിക്കൂടെയും നോക്കും. ഒരു വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ നോക്കും. അങ്ങനെ നിങ്ങൾ ഏകദേശം ആ പറഞ്ഞ സമയത്തോട് അടുക്കുമ്പോൾ നിങ്ങൾ ദൂരെ വച്ച് തന്നെ കാണണമെങ്കിൽ 9:30 വരും, 10 മണിക്ക് വരുമെന്ന പ്രതീക്ഷയുള്ളവരെയാണ് പെട്ടെന്ന് നമ്മൾ ദൂരെ വെച്ച് തന്നെ കാണുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ ദൂരെ തകർന്ന് തരിപ്പണമായിട്ടും അവൻ പോലും തിരിച്ചു വരണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു അപ്പൻ അവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു പക്ഷേ പള്ളിയിൽ പോകാത്ത ഒരാളായിരിക്കും. നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തെ പോലും പുച്ഛിക്കുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ ഇതൊന്നും വിലയില്ല, ഇയാൾക്ക് വേറെ പണിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളെ പ്രതീക്ഷയോടെ നിങ്ങൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ പള്ളിയിൽ പോയിട്ട് നാളുകളായി, നിങ്ങൾ ധ്യാനം കൂടത്തില്ല, നിങ്ങൾ പാട്ട് പാടത്തില്ല, നിങ്ങൾ സ്തുതിപ്പിനെതിരാണ്, നിങ്ങൾ ആരാധനയ്ക്കെതിരാണ്. ഇതെല്ലാം അവിടെ ഇവിടെയും തട്ടിപ്പുകൾ ഉണ്ടാകുമായിരിക്കും. പക്ഷെ അതിനെക്കുറിച്ചല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ തിരിച്ചു വരുമെന്ന്, നിന്റെ കുടുംബം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ തിരിച്ചു വന്നാൽ പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ നിനക്ക് പറയാൻ പറ്റും, എളിമയുള്ളവരെ ദൈവം ഉയർത്തുമെന്ന്. എളിമയുള്ളവരെ ദൈവം ഉയർത്തുമെന്ന്. പന്നിക്കുഴിയിൽ നിന്ന് വരുന്ന ഒരുത്തനെ ഇതുപോലെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ കാനഡയിൽ നിന്നോ വരുന്ന ഒരാളെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ 10-50 പേര് ചിലപ്പോൾ പോയെന്നിരിക്കും. പന്നിക്കുഴിയിൽ നിന്ന് വരുന്ന ഒരാളെ കൂടപ്പുറപ്പാണേലും ചിലപ്പോൾ കൂട്ടാൻ പോയെന്ന് വരില്ല. പക്ഷെ ഒരപ്പൻ പ്രതീക്ഷയോടെ അവിടെ നിന്നു. നിന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മറക്കരുത്. ഒറ്റ കാര്യം ചെയ്താൽ മതി, എളിമയോടെ ഒന്ന് തിരിച്ചു വരാൻ തയ്യാറായാൽ മതി. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാൻ പോകുമ്പം ഈ കാര്യം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോവാ. എളിമയുള്ളവരെ ഉയർത്തും. ഞാൻ വലിയ സംഭവമാണ്, ഞാൻ വലിയ പാട്ടുകാരനാണ്, ഞാൻ വലിയ പ്രസംഗികനാണ്, ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഈ ഗമയുള്ളവരെ ഒന്നും ദൈവം ഉയർത്തില്ല. ഈ വലിയ ആളാണെന്ന് മനസ്സിലും ശരീരത്തിലും കൊണ്ടു നടക്കുന്ന ആൾക്കാരെ ദൈവം ഉയർത്തും. എളിമയുള്ളവരെ ഉയർത്തും. എളിമയുള്ളവരെ മനുഷ്യരെ ഉയർത്തും, ദൈവം ഉയർത്തും. അത് സത്യമാണ്. നോക്കൂ, തകർന്നു തരിപ്പണമായ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ അവൻ പോലും വിചാരിച്ചില്ല ഇത്രയും ഗ്രാൻഡ് സ്വീകരണം ഉണ്ടാകുമെന്ന്, ഇത്രയും വലിയൊരു അനുഗ്രഹം കിട്ടുമെന്ന് ഓർത്തില്ല. 2 അടി ചിലപ്പം പ്രതീക്ഷിച്ചായിരിക്കും വന്നത്. എന്നാൽ കേട്ടെ, തിരിച്ചു വരുമ്പോൾ ദൂരെ വച്ച് തന്നെ കണ്ടിട്ട് എങ്ങനെയാ ഇവനെ തിരിച്ചറിഞ്ഞെന്ന് ചിന്തിക്കണ്ടേ. വർഷങ്ങൾ കുറേയായി പോയിട്ട്. പണ്ട് പോയതുപോലല്ല തിരിച്ചു വരുന്നത്. വസ്ത്രം മോശം, കവളൊട്ടി, കളറ് മാറി, തലമുടിയുടെ ഷേപ്പ് മാറി. എന്നിട്ടും അപ്പൻ മകനെ മറന്നിട്ടില്ല. ഇതാണ് എൻ്റെയും നിങ്ങളുടെയും കോലം. എത്ര മാറിയാലും, ഇനി പാപത്തിൽ വീണ് ചെളിക്കുഴിയിൽ വീണ് ആകെ ഉരുണ്ട് മുഴുവൻ ചെളിക്കൂടായി മാറിയാലും നിന്നെ ദൈവം മറക്കത്തില്ല. നിന്നെ ദൈവം മറക്കത്തില്ല. ഈ വാക്യം വായിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതില്ലെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അപ്പം പറയില്ലേ, 2 പേരെ വിളിച്ചിട്ട്, എടാ എൻ്റെ മകനാണ്, അവനാണോ വരുന്നത്, അവനെപ്പോലെ മുഖഷേപ്പുള്ള ഒരുത്തനാണല്ലോ കയറി വരുന്നത്, എനിക്കൊരു സംശയമുണ്ട് എന്നൊന്നുമല്ല പറഞ്ഞത്. ആരോടും ചോദിച്ചില്ല. ആ കോലത്തിൽ വന്നപ്പോഴും അപ്പന് മനസ്സിലായി ഇതെൻ്റെ മകനാണ്. ഏത് കോലത്തിലായിപ്പോയാലും, ഏത് അവസ്ഥയിലേക്ക് തകർന്നു പോയാലും, ഏത് കഠിനമായ പാപത്തിൽ പെട്ടുകിടക്കുവാണേലും, എത്ര വലിയ കുറ്റബോധത്തിൽ കുരുങ്ങിക്കിടക്കുവാണേലും തിരിച്ചു വരാൻ തയ്യാറായാൽ നിന്നെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ നാട്ടുകാരിലേലും ദൈവമുണ്ട്. നിനക്കൊരു ദൈവം ഉണ്ടെന്ന് ആദ്യം തിരിച്ചറിയുക. ആ ദൈവം പ്രതീക്ഷയോടെ ഇരിക്കുന്നു. തിരിച്ചു വരുമ്പോൾ ഈ അപ്പൻ എന്തു ചെയ്തു? അവൻ 2 കൈ നീട്ടി സ്വീകരിച്ച് അവനെ കെട്ടിപ്പിടിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത്. കെട്ടിപ്പിടിക്കുമ്പോൾ അതൊരു ആത്മീയ അനുഭവമാണ്. നമ്മൾ പലരെയും കെട്ടിപ്പിടിക്കാറുണ്ട്. അത് ഇഷ്ടമില്ലാത്തവരെയും ചിലപ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ അതൊരു കേവലം ഒരു ചടങ്ങായി മാറും. പക്ഷെ ഇതൊരു ചടങ്ങിൻ്റെ ഭാഗമായി കെട്ടിപ്പിടിച്ചതല്ല, അത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു ആലിംഗനമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും ചെളിയിലാണ് നിൽക്കുന്നതെങ്കിൽ കെട്ടിപ്പിടിക്കില്ല, കുളിപ്പിക്കാൻ പറയും. അല്ലെങ്കിൽ നന്നായി വസ്ത്രം മാറ്റിയെടുക്ക്, ഈ കൊച്ചിൻ്റെ വസ്ത്രം മാറ്റിക്കേ, ഇത് ആകെ വൃത്തികേടാ എന്ന് പറഞ്ഞിട്ടേ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയുള്ളൂ. ഇവിടെ അവനോട് പറഞ്ഞത് പോയി കുളിച്ചിട്ട് വാടാ, ഈ ഡ്രസ്സ് മാറ്റ് എന്നൊന്നുമല്ല ആദ്യം പറഞ്ഞത്. അവനെ അതേ അവസ്ഥയിൽ 2 കൈ കൊണ്ടും സ്വീകരിച്ചു. പ്രിയരെ, എളിമയോടെ തിരിച്ചു വരാൻ തയ്യാറായാൽ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ദൈവം എനിക്കും നിനക്കുമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശുക്രിസ്തു.
ആ ദൈവത്തെ മറക്കാൻ നിനക്ക് പറ്റുമെങ്കിലും ആ ദൈവം നിന്നെ മറക്കില്ല. ഏത് കോലത്തിലായാലും, ഏത് വിധത്തിൽ നീ മാറിപ്പോയാലും, 24 മണിക്കൂർ നീ വിമർശിച്ചുകൊണ്ടിരുന്നാലും, നീ ദൈവത്തെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല. ഒരു കാര്യം ഓർക്കുക, നീ എളിമയോടെ തിരിച്ചു വന്നാൽ നിന്റെ അനുഗ്രഹം നീ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലായിരിക്കും. ഈ വാക്യം വായിച്ച് അവസാനം എഴുതിയിട്ടൊരു വാക്കുണ്ട്. അവസാനം എഴുതിയിരിക്കുന്നത് 22-ാമത്തെ വാക്യം, ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കുവിൻ. ഏത് വസ്ത്രമാണ്? അവിടെ ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട്. കാരണം അവിടുത്തെ അലമാരിയിൽ കുറെ വസ്ത്രമുണ്ട്, ഇവന് പറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണം എടുത്തു കൊടുത്തേന്നല്ല പറഞ്ഞത്. അവന് വേണ്ടി കരുതി വച്ചൊരു വസ്ത്രത്തെ ചൂണ്ടിട്ട് പറഞ്ഞു, ആ മേൽത്തരം വസ്ത്രം തിരിച്ചു വരുമ്പോൾ വസ്ത്രത്തിൻ്റെ സ്ഥാനത്ത് മറ്റു പലതും ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അത് സാധാരണ വസ്ത്രമല്ല, മേൽത്തരം വസ്ത്രം. കാനായിലെ കുടുംബത്തിൽ വീഞ്ഞ് തീർന്നുപോയി, ദൈവം അത്ഭുതം പ്രവർത്തിച്ച് വീഞ്ഞ് ഭക്ഷണമേശയിൽ വിളമ്പിയപ്പോൾ ഭക്ഷണം കഴിച്ച ആളുകൾ ചോദിച്ചില്ലേ, മേൽത്തരം വീഞ്ഞ് എവിടെയായിരുന്നു എന്ന്? ഏറ്റവും നല്ലതിനാണ് ആ വാക്കുപയോഗിക്കുന്നത്, മേൽത്തരം. പ്രിയരെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നിനക്കൊരു മേൽത്തരം നന്മ കരുതിയിട്ടുണ്ട്. ആ അലുമാരിയിൽ, സ്വർഗത്തിന്റെ അലുമാരിയിൽ അത് നിന്റെ കയ്യിലോട്ട് എടുത്തു തരാനായി ഈ 33 ദിവസം ദൈവം ഒരുക്കുന്നത്. അത് ആ മേശയിൽ, ആ അലുമാരിയിൽ പൂട്ടി വെക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് തുറന്ന് നീ തിരിച്ചു വരുമ്പോൾ അത് നിന്റെ കയ്യിലേക്ക് തരും. കുമ്പസാരിച്ചൊരുങ്ങണം. ഇത് ചെയ്യാനാ. നല്ലയൊന്ന് ഒരുങ്ങിക്കഴിയുമ്പം, അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞും തിരിച്ചു വരുമ്പം എന്ത് സംഭവിക്കുമെന്നറിയാമോ? സ്വർഗത്തിൻ്റെ അലുമാരിയിൽ നിനക്ക് വേണ്ടി കരുതി വെച്ച വസ്ത്രമായിരിക്കില്ല, ജോലിയായിരിക്കും, വീടായിരിക്കും, ആരോഗ്യമായിരിക്കും, സൗഖ്യമായിരിക്കും, വിടുതലായിരിക്കും, നന്മയായിരിക്കും. അതെടുത്ത് നിന്റെ കയ്യിലോട്ട് കൈമാറും. അതാ തിരിച്ചു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു കൈമാറ്റം നടക്കുന്നു. ദൈവത്തിൻ്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിലെത്തുന്നു. അതാണ് ഏറ്റവും അനുഗ്രഹമുള്ള ഒരു മുഹൂർത്തം. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ ഈ 33 ദിവസം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ ഇതിനകത്ത് ഒത്തിരി അത്ഭുതങ്ങളുള്ള ദിവസങ്ങളുണ്ട്, മണിക്കൂറുകൾ, ഒരു നിമിഷം പോലും ഇത് കളയാനില്ല. കാരണം ഇത് പ്രാർത്ഥിച്ചൊരുങ്ങി നടത്തുന്ന ഒരു ശുശ്രൂഷയാണ്. എൻ്റെ കയ്യിൽ മൈക്കുണ്ട്, എൻ്റെ മുമ്പിൽ ക്യാമറയുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ വായിൽ വരുന്നത് എന്തൊക്കെയോ വിളിച്ചു പറയുന്നതല്ല. ദീർഘസമയങ്ങൾ ഇരുന്നും എഴുതിയും ഒരുങ്ങിയും പ്രാർത്ഥിച്ചും പറയുന്ന ഓരോ വാക്കുകളെ മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കിതിനോട് 100% നീതി പുലർത്തിയ ശുശ്രൂഷയാണിത്. എനിക്കതിന് വില കൊടുത്തുള്ള സമയം, ഇതിനുവേണ്ടി സമയം മാറ്റിവെച്ച് പ്രാർത്ഥിച്ച് തുറന്ന ബൈബിളിൻ്റെ മുമ്പിൽ എഴുതിയ വാക്യങ്ങളും വചനങ്ങളുമാണ് പ്രിയരെ ഭക്ഷണം പോലെ വിളമ്പുന്നത്.